Chapter 1 Revolutions that Influence. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. Think about the freedom that as of the important freedom in human life. Think about the freedom that we enjoyed in day-to-day life. Did the people everywhere enjoyed freedom life this? In several places the common people did not had as much freedom as we have today. The people who were decline of freedom have to fight for it. Some adopted peaceful means, whereas others preferred armed rebellion. All these struggles try to change the system has denied freedom and rights and to establish a new one. Therefore, there are known as revolutions. The major part that stimulated earlier revolutions was the Renaissance. Who you remember the Renaissance discussed in the previous classes? സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങളുണ്ടായിരുന്നു. ആ ജനങ്ങൾക്ക് അത് നേടിയെടുക്കുന്നതിനായിട്ട് സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. അതിൽ ചിലർ സഹന സമരം, അതായത് സമാധാനപരമായിട്ടുള്ള സമരം സ്വീകരിച്ചപ്പോൾ മറ്റു ചില ആളുകൾ സായുധ സമരം, ആംഡ് റിബല്യൻ നടത്താനായിട്ട് തുടങ്ങി. അങ്ങനെ സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലുണ്ടായിരുന്ന സ്ഥിതിയെ മാറ്റിക്കൊണ്ട് പുതിയ ഒന്നിനെ സ്ഥാപിക്കുന്നതിനായിട്ടാണ് ഈ സമരം ശ്രമിച്ചത്. അതുകൊണ്ട് അവയെ വിപ്ലവങ്ങളെന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വിപ്ലവങ്ങളുണ്ടായി. ഈ ആദ്യകാലത്തുണ്ടായ ഈ വിപ്ലവങ്ങൾക്ക് പ്രേരക ഘടകമായിട്ടുള്ളത് നവോത്ഥാനം അഥവാ റിനൈസൻസ് ആണ്. ഈ നവോത്ഥാനം അഥവാ റിനൈസൻസ് മനുഷ്യൻ്റെ ജീവിതത്തിലും കാഴ്ചപ്പാടിലുമൊക്കെ വളരെയധികം മാറ്റങ്ങളുണ്ടാക്കി. നമുക്കിനി അവ ഏതൊക്കെയാണെന്ന് നോക്കാം. റിനൈസൻസ് മീൻസ് സിഗ്നിഫിക്കൻസ് ചേഞ്ചസ് ഹ്യൂമൻ തോട്ട്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞു, ജീവിതത്തിലും കാഴ്ചപ്പാടിലുമൊക്കെ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി. ന്യൂസ് ആൻഡ് ലൈഫ് ലെറ്റ് ആസ് എക്സാമിൻ തോട്ട്. ഫസ്റ്റ് വൺ ഈസ് ഹ്യൂമനിസം. സെക്കൻഡ് one is scientific temper. The next topic is enlightenment. It was the scientific inventions in Europe that molding enlightenment, intellectual and cultural movement. Thinkers of this movement gave importance to reasoning and opined that society is always progressing. His normal appearance motivated people to rational beliefs and traditions. The progress in the field of science brought about by the Renaissance gave birth to enlightenment in the 18th century. Thinkers of its movement propagated the appearance like freedom, democracy, equality and nationalism. It encouraged the people in different parts of the world to protest against the autocratic system, preparing them. These protests developing into revolutions into many places. Let's discuss some of the revolutions. Their impact got no taxation without representation. അതായത് യുക്തിരഹിതമായിട്ടുള്ള വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും നവോത്ഥാനത്തിൻ്റെ ഫലമായി, അതായത് റിനൈസൻസിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്ന ഈ പുതിയ കാഴ്ചപ്പാട് മനുഷ്യനെ പ്രേരിപ്പിച്ചു. അങ്ങനെ നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ
ജ്ഞാനോദയം അഥവാ എൻലൈറ്റൻമെൻറ്റിന് രൂപം നൽകി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ഫ്രീഡം, ഡെമോക്രസി ആൻഡ് ഈക്വാലിറ്റി, അതേപോലെ നാഷണലിസം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകരായിട്ടുള്ള ആളുകൾ പ്രചരിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ പ്രവണതയെ എതിർക്കുന്നതിനായിട്ട് ഞങ്ങൾക്കിത് പ്രചോദനമായിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവങ്ങളായിട്ട് വികസിച്ചു വന്നു. അപ്പോൾ നമുക്കിനി അത്തരം ചില വിപ്ലവങ്ങളെയും അതിൻ്റെ ഉണ്ടാക്കിയ ഫലങ്ങളെയും കുറിച്ച് പഠിക്കാം. ഇനി നമ്മുടെ പുസ്തകത്തിൽ ഒരു എക്സ്ട്രാ റീഡിങ് കൊടുത്തിട്ടുണ്ട്, ജ്ഞാനോദയം അഥവാ എൻലൈറ്റൻമെൻറ്റ്. അപ്പോൾ ജ്ഞാനോദയം, അപ്പോൾ യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ബൗദ്ധികവും ജ്ഞാനോദയവുമായ ചിന്തകൾക്ക് രൂപം നൽകപ്പെട്ടത്. ജ്ഞാനോദയ ചിന്തകർ യുക്തിചിന്തയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. അങ്ങനെ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ഇവർ പറയുന്നു, സമൂഹം നിരന്തരമായി വളർച്ചയെ കാണിക്കുക അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നിവർ പറയുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇറ്റ് വാസ് എ സ്ലോഗൻ ദാറ്റ് underlong different parts of North America. In the second half of the 18th century, what did the people demand through this slogan framed by James Otis? It built representation in government. The 13 colonies in North America. Slogan was raised by the people of America as part of a powerful agitation. Let us discuss the circumstances that led to the agitations from the 16th century. Onwards, the Europeans began to migrate to America. The major aim of the migration was to exploit the resources. By the 18th century, England had established 13 colonies in the eastern coast of the North America. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. 18ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ടിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു ഇത്. ജെയിംസ് ഓട്ടിസ്റ്റാണ് ഈ മുദ്രാവാക്യം രൂപം നൽകിയത്. ജെയിംസ് ഓട്ടിസ്റ്റ് രൂപം നൽകിയ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങളെ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത്? ഒന്ന്, ഭരണ പങ്കാളിത്തം. ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തി കാണിച്ചത്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 16ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാനായിട്ട് തുടങ്ങി. ഈ കുടിയേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വിഭവങ്ങൾ കയ്യേറുക എന്നുള്ളതായിരുന്നു. 16ാം നൂറ്റാണ്ടിൽ കുടിയേറ്റം ആരംഭിച്ചു. ഏതാണ്ട് 18ാം നൂറ്റാണ്ടോടുകൂടി അമേരിക്കയുടെ വടക്ക് തീരപ്രദേശങ്ങളിൽ ഏതാണ്ട് 13ഓളം കോളനികൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചു. ആ കോളനികൾ ഏതൊക്കെയാണെന്നും കൂടെ ഞാൻ താഴെ പറയാം. ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അവ ഏതൊക്കെയാണെന്നും കൂടെ പറയാം. ന്യൂ ഹാംഷെയർ, മസാച്യുസെറ്റ്സ്, ന്യൂയോർക്ക്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കറ്റ്, ന്യൂജേഴ്സി, പെൻസിൽവാനിയ, ഡെലാവെയർ, വെർജീനിയ, മെറിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. ക്രിസ്റ്റഫർ കൊളംബസ്, എ സെയിലർ ഓഫ് the Spanish government, reached North America in 1492. He called the indigenous people as Indians. He thought that the place he reached was India. Later, they were known as the Red Indians. The earlier colonies in America were established by a group of people exiled to America from the religious persecution of King of England in the 17th century on a ship called Mayflower.
They were known as the Pilgrim Fathers. With the increase in European migrations, the Red Indians were displaced to the interiors, where the Europeans seized their land and flock of sheep stock. The British treated the American colonies as centers of collecting raw materials for their industries and as market for selling their products. This policy is implemented by the British merchants with their help of motherland in the American colonies is known as mercantilism. As part of mercantilism, several laws implemented in the British colonies. സ്പാനിഷ് നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയ ക്രിസ്റ്റഫർ കൊളംബസ്, സ്പെയിൻ്റെ നാവികനായിട്ടുള്ള ക്രിസ്റ്റഫർ കൊളംബസ്, അദ്ദേഹം വടക്കേ അമേരിക്കയിലെത്തി. അദ്ദേഹം തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. അദ്ദേഹം അങ്ങനെ അവരെ വിളിക്കാനുള്ള കാരണം അവർ ഇന്ത്യക്കാരാണ് എന്ന് കരുതിയിട്ടാണ്. പിൽക്കാലത്ത് അവർ റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പിൽക്കാലത്ത് മിൽഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിൽ എത്തിയിട്ടുള്ള ഒരു വിഭാഗം അവരാണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത്. ഇവരാണ് തീർത്ഥാടക പിതാക്കൾ, ഞാൻ മുമ്പ് പറഞ്ഞ പിൽഗ്രിം ഫാദേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ യൂറോപ്യന്മാരുടെ കുടിയേറ്റം വളരെയധികം കൂടിയതോടുകൂടി ഇവർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. അവരുടെ ഭൂമി, അതേപോലെ തന്നെ അവരാട്ടിടന്മാരായിരുന്നു. ആട്ടിൻ പറ്റങ്ങളെല്ലാം തന്നെ യൂറോപ്യന്മാർ കവർന്നെടുത്തു, അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള കേന്ദ്രമായിട്ടാണ്, അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളം, ഇവിടുന്ന് അസംസ്കൃത വസ്തുക്കൾ അവരുടെ മാതൃരാജ്യത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് വസ്തുക്കൾ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായും അവർ ഇവിടം കണ്ടു. അങ്ങനെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടുകൂടി അമേരിക്കയിൽ ഇംഗ്ലണ്ടുകാർ നടപ്പിലാക്കിയ ഈ നയം മെർക്കന്റലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ നിയമത്തിൻ്റെ, അതായത് മെർക്കന്റലിസ്റ്റ് നിയമത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി നിയമങ്ങൾ അവർ അമേരിക്കയിൽ നടപ്പിലാക്കി. ബോസ്റ്റൺ ടീ പാർട്ടി. ദ ഹൈ ടാക്സ് ലെവിഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓൺ tea higher up strong protest in America. On 16th December 1773, a group of people described as Red Indians boarded the ships at night in the Boston Harbor and grew 300 cases of tea into the sea. Its protest is known as the ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേലെ ഉയർന്ന നികുതി ചുമത്തി. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനം ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ട് കിടന്നിരുന്ന കപ്പലിൽ കയറുകയും ആ കപ്പലിലുണ്ടായിരുന്ന ഏകദേശം 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മെർക്കന്റലിസ്റ്റ് ലോസ്. ടേൺ ദ അമേരിക്കൻ colonial against their motherland. Assess the statement. The ideologies of some thinkers also stimulated the people of the two colonies fights. The against exploited the law of the British. Let's summarize Bishoff's thinkers and their ideologies. John Locke. Everyone has fundamental. No government has the right to suspend them. The Thomas Paine.
it something observed the opposing continent, North America, be perpetually governed by the foreign power, England. The entire continent assembles the delegates of all the colonies. Georgia met as Philadelphia in 1774 to protest against the policies and the rules imposed by England. It is known as First Continental Congress. Subsequently, people of the colonies submitted a petition to the King of the England that demanded revocation of the regulations imposed of the industries, commerce and not imposed to tax without approval of the people. Of the king sent a military force to suppress the people. This led to the war between the England and the colonies. മെർക്കന്റിലിസ്റ്റ് നിയമത്തിൽ പറയുന്നത് കോളനികളിൽ നിന്നും കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. ഈ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന കമ്പിളി, പരുത്തി, പഞ്ചസാര, പുകയില എന്നീ ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. കോളനികളിലെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങളുണ്ടായിരുന്നു, വർത്തമാന പത്രങ്ങളുണ്ടായിരുന്നു, അതേപോലെ തന്നെ ലഘുലേഖകളുണ്ടായിരുന്നു, ലൈസൻസ് എന്നിവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിപ്പിക്കണമായിരുന്നു. കോളനിയിൽ കുറേ സൈനികളെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട അത്യാവശ്യ സൗകര്യങ്ങളും താമസം, ഭക്ഷണം ഇതെല്ലാം കോളനിക്കാരാണ് നൽകേണ്ടത് എന്നും ഈ നിയമത്തിൽ പറഞ്ഞിരുന്നു. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണമായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരായിട്ട് പോരാടാനായിട്ട് ചില ചിന്തകന്മാരുടെ ആശയങ്ങൾ അവർക്ക് പ്രചോദനം നൽകി. ചിന്തകരാരാണെന്നും അവരുടെ ആശയങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചിന്തകൻ ജോൺ ലോക്കാണ്. അദ്ദേഹം പറയുന്നത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുന്നതിന് ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല. രണ്ടാമത്തെ ആൾ തോമസ് പെയിനാണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ദീർഘകാലം ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക, അത് എക്കാലവും കീഴടങ്ങി കഴിയണമെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നടപടികൾക്കുമെതിരെ പ്രതികരിക്കുന്നതിനായിട്ട് വെർജീനിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യാപാരങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോളനിയിലെ ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്തുന്നതിനായിട്ട് സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇലക്റ്റഡ് ജോർജ് വാഷിംഗ്ടൺ as the commander that in chief of the Continental Army. During this time, through the public title Commons, Thomas Paine declared that it was wiseful America through with Britain. The Americans Continental Congress issued the famous Declaration of Independence of 4 July 1776. The declaration was repeated Thomas Jefferson and the Benjamin Franklin, and the extract from is given regarding human rights and freedom. What all can you find in its declaration? All are equal. Everyone has certain right. The war between and their colonies in North America that began to Declaration of Freedom ended 1881. According to Treaty of Paris, England ratified the freedom of 13 colonies. The Constitutional Convention held at Philadelphia under the leadership of James Madison
framed the American Constitution. The George Washington became the first president of United States of America. Forms in accordance with the new constitutional. അങ്ങനെ ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തു. ഈ സമയത്ത് തന്നെ തോമസ് പെയിൻ കോമൺ സെൻസ് എന്ന തൻ്റെ ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപരമായ പ്രവൃത്തിയെന്ന് പറഞ്ഞു. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രസിദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. എല്ലാ മനുഷ്യരും തുല്യരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ സൃഷ്ടാവ് അവർക്ക് ചില ഒഴിവാക്കാൻ ആകാത്ത അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശം ഇവയിൽ ഉൾപ്പെടുന്നു. ഇത് നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ ഒരു അംഗീകാരമുള്ള ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി ഇംഗ്ലണ്ടും അമേരിക്കയും കോളനികളും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധം ഏതാണ്ട് 1881 അവസാനിച്ചു. അതിനുശേഷം 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഏതാണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചു. അതിനെ തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം, ആ സമ്മേളനത്തിൽ വെച്ച് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന തന്നെ തയ്യാറാക്കി. അങ്ങനെ പുതിയ ഭരണഘടന രൂപീകരിക്കുകയും ഈ ഭരണഘടന പ്രകാരം രൂപീകരിച്ച ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ തലവനായിട്ട് ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു.